വെൽക്കം ടു വോയിസ് ഓഫ് കെ കെ. എയ്തർ ഒരു സാധാരണക്കാരൻ്റെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് കൊനാർക്ക് എന്ന് പറയുന്ന ഒരു മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് 6 ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സ് പുറത്തിറക്കാൻ പോവാണ്. SR1 മുതൽ SR4 വരെ സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സ്കൂട്ടേഴ്സ് ആയിരിക്കും. അതിന് മുകളിൽ സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റില്ല എന്നല്ലോ കേട്ടോ. SR വരം QR2 to QR3 വരെയുള്ള ഈ 2 മോഡൽസ് പ്രീമിയം മോഡൽസ് ആണെന്ന് പറയുന്നുണ്ട്. അത് സാധാരണ ആൾക്കാർ വാങ്ങിക്കാൻ ഇത്തിരി മടിക്കും, കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് ഫീച്ചേഴ്സ് ഇച്ചിരി കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കും. അതിന് ഏകദേശം നമുക്ക് ആദ്യം ഈ പ്രീമിയത്തിനെ പറ്റി സംസാരിക്കാം കേട്ടോ. പ്രീമിയത്തിൽ ഏകദേശം 200 കിലോമീറ്റർ വരെയാണ് IDC പറയുന്നത്. 150 160 അല്ലെ അതിന് മുകളിലോ കിട്ടാം. 170 വരെയൊക്കെ പോവാം. 30% അല്ലെങ്കിൽ അതിന് താഴെയൊക്കെയാണ് സാധാരണ IDC ഇന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 പ്രീമിയം മോഡലിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. SR1, SR2, SR3, SR4 എന്നില്ല 4 സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്കൂട്ടേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏതറിൻ്റെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാനും ഈ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്കൊരു വണ്ടി ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ ബുക്ക് ചെയ്തത് ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു വണ്ടി ഉപയോഗിച്ചിട്ട് പരിചയവും എനിക്ക് സർവീസ് കോസ്റ്റൊക്കെ വളരെ കുറഞ്ഞത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ നമുക്ക് ഏകദേശം SR1-ന് 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഓൺ റോഡ് പ്രൈസ് അല്ലെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലപ്പം ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ട് വരാം കേട്ടോ. ഓൺ റോഡ് 1.10 കിട്ടുമായിരിക്കും. അതിനെപ്പറ്റി വ്യക്തമായൊരു കറക്റ്റ് പ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്ക് കിട്ടാവുന്ന SR1-ലെ മോഡൽ ഏകദേശം 70-80 കിലോമീറ്റർ നമുക്ക് സാധാരണ നോർമൽ ലെവലിൽ ഓടിക്കാൻ പറ്റും. സാധാരണക്കാർ സ്വാഭാവികമായിട്ടും ഈ വെഹിക്കിൾസ് വാങ്ങിക്കും, കാരണം ഏതറിനോടുള്ള വിശ്വസത കൊണ്ട് തന്നെ സാധാരണക്കാർ ഇത് വാങ്ങിക്കും. അതിന് മാത്രമുള്ള സർവീസ് സെൻറ്റേഴ്സ് ഏതറിന് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് മാത്രമുള്ള സ്റ്റാഫ്സ് ഉണ്ടോ? ഇപ്പം തന്നെ ഏതറിൻ്റെ സർവീസൊക്കെ ഒന്ന് ടൈറ്റായി തുടങ്ങി കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു മോഡൽസ് വരുന്നതോടുകൂടി ഒന്നുകൂടി കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടും, സർവീസിൻ്റെ നമ്പേഴ്സും കൂടും. അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഈ EL പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ SR അതേപോലെ തന്നെ QR ഇതൊക്കെ വർഷത്തിൽ ഒരു തവണയാണ് സർവീസ് ചെയ്യേണ്ടത്. 10,000 കിലോമീറ്റർ ഓർ 1 ഇയർ. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവർ ഇത്തരം പ്ലാനിലേക്ക് എത്തുന്നതെന്ന്. പക്ഷേ അതല്ലാതെ ചില ബ്രേക്ക് പാഡ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ വരുമ്പോൾ സർവീസ് സെൻറ്ററിൻ്റെ ലഭ്യത നമ്മൾ മനസ്സിലാക്കണം. ഈ SR എന്ന് പറയുന്ന കാറ്റഗറി ആർക്കൊക്കെയാണ് വെല്ലുവിളിയും ചോദിച്ചു കഴിഞ്ഞാൽ ചേതക്കിന് മാത്രമാണ് കേട്ടോ. C25 എന്നുള്ള ഒരു മോഡൽ അവരുടെ കയ്യിലുണ്ടായിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഓൺ റോഡ് പ്രൈസ് എന്ന് തോന്നുന്നു. അപ്പോൾ അതിനെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് ഈ ഒരു ഡിസൈന് മുന്നിലേക്ക് വരും. പിന്നെ ഇതിൽ പറയാനുള്ളത് സിങ്ങാമിൻ്റെ മോഡാണ് ഇതിന് മോട്ടോർ വരുന്നത് കേട്ടോ. ഇതിൽ ബെൽറ്റ് ഡ്രൈവ് അല്ലാത്തത് കൊണ്ട് തന്നെ മെയിൻ്റെനൻസും കുറവായിരിക്കും. പിന്നെ മെറ്റൽ ബോഡിയാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. അത് എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല. സാധാരണ ഡിസൈൻ ലെവലും സർവീസ് ലെവലും ഇന്ത്യ ആകെയുള്ളൊരു നെറ്റ്വർക്ക് എന്ന രീതിയിൽ ഈ വണ്ടി ഒന്നുകൊണ്ടും വെർത്തായിരിക്കും എടുക്കുന്നതിൽ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ വാങ്ങിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും മറ്റ് ബ്രാൻഡുകളെ സജസ്റ്റ് ചെയ്യാതെ ഓഗസ്റ്റ് 29 വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾ ബുക്ക് ചെയ്താൽ തന്നെ വണ്ടി അപ്പോൾ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ സ്കൂട്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ടായിട്ടൊരു ചാർജർ വരുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൽ തന്നെ എടുത്ത് നമ്മൾ കണക്ട് ചെയ്ത് അങ്ങോട്ടൊക്കെ റിമൂവ് ചെയ്ത് വിടാൻ പറ്റുന്ന രീതിയിൽ. നമ്മൾ ചില കാറിലൊക്കെ ചാർജസ് കണ്ടിട്ടുണ്ടാവില്ല, വലിക്കുക ചാർജ് ചെയ്യുക വിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ആ ഒരു രീതിയിൽ. അതുകൂടാതെ തന്നെ 450 വാട്ടിൻ്റെ അഡീഷണൽ ചാർജ് നമുക്ക് അധിക പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഇത് രണ്ടും കൂടി ഒരു മിനിറ്റ് കമ്പൈൻ ചെയ്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജൊക്കെ ആവും എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വേറെ കാര്യങ്ങളായിട്ട് പറയാനുള്ളത് സാധാരണ ഇതിൽ 200 കിലോമീറ്റർ വരെയുള്ള വേരിയൻറ്റുകൾ വരുന്നുണ്ട്. ഏകദേശം 100 മുതൽ 200 കിലോമീറ്റർ വരെ വേരിയൻറ്റിലാണ് വണ്ടി വരാൻ പോകുന്നത്. 200 കിലോമീറ്റർ ഒന്നും നമുക്ക് സാധാരണ ഇല്ല, അതൊക്കെ IDC ആണ്. സാധാരണ ഒരു 160 ആയിരിക്കും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ബാറ്ററിയെ അഡീഷണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100 to
200 വരെയൊക്കെ ഇല്ല IDC റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ സർവീസ് 1 ഇയറിൽ ഒരു 10,000 കിലോമീറ്റർ. ഇപ്പോൾ ഞാൻ 5,000 ചെയ്യുന്നത്. 5,000 കിലോമീറ്റർ ആവുമാണ് ചെയ്യുന്നത്. അത് നേരെ കിലോമീറ്ററിൻ്റെ വ്യത്യാസവും അതുപോലെ വർഷത്തിൻ്റെ വ്യത്യാസവും വന്നത് നന്നായി ആൾക്കാർ സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല എന്ന് വിചാരിക്കും. പിന്നെ മോട്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ മോട്ടറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ടയറൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ വണ്ടി അങ്ങോട്ട് തള്ളണം, എല്ലാ ആക്സിലേറ്റർ ഉണ്ട്. പക്ഷേ ഈ മോട്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ തള്ളുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ പുള്ളിങ്ങും ചെറിയൊരു റൊട്ടേഷനൊക്കെ തരുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കയ്യിൽ കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട് ഡിസ്കും ബാക്ക് സാധാരണ ഡ്രം ബ്രേക്കും ഒക്കെയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന വ്യക്തികളോടാണ് കേട്ടോ. ഏതറിൻ്റെ സർവീസ് സെൻറ്ററിൽ എനിക്ക് ടൈറ്റാകാൻ സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഏതറിൻ്റെ ആൾക്കാർ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ഈ വണ്ടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെയിൽ നടക്കും. ഏതറിനോടുള്ള ജനങ്ങളെ വിശ്വസ്തത അത്രയും വലുതാണ്. കാരണം 8 വർഷമൊക്കെ ഒരു ബാറ്ററി വാറണ്ടി എല്ലാ മോഡലിനും കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ആൾക്കാരൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ പ്രത്യേകിച്ച് E20 പെട്രോളിൻ്റെ ഒക്കെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പോൾ കുറേ ആൾക്കാർ ഇലക്ട്രിക്കിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാരണം വരുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പം ഏതൊക്കെ വണ്ടികൾ ആരൊക്കെ എടുക്കണം? R1 ഏകദേശം 70 കിലോമീറ്റർ ഓർ 80 കിലോമീറ്റർ നോർമൽ റേഞ്ച് കിട്ടാൻ പോകുന്ന വണ്ടി വരുന്നത്. ഡെയിലി ബേസ് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 20 കിലോമീറ്റർ അങ്ങോട്ട് 20 കിലോമീറ്റർ ഇങ്ങോട്ട് മാത്രം യാത്ര ചെയ്യുന്ന ആൾക്ക് ഈ വണ്ടി ഓക്കെ ആയിരിക്കും പെർ ഡേ ചാർജ് ചെയ്യുന്നത്. ഇതിലെ SR3-യും SR4-ഉം സെയിം റേഞ്ച് ആയിരിക്കും. അതിൽ ചെറിയ ടെക്നിക്കലി ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ എന്താ പറയുക, നമ്മുടെ കൺസോളിലൊക്കെ വരുന്ന മീറ്റർ കൺസോളിലൊക്കെ വരുന്ന ചില മാറ്റങ്ങളൊക്കെ ആയിരിക്കും ആ 2 മോഡലിലും വ്യത്യാസം ഉണ്ടാകും. SR1 ഏകദേശം ഒരു 70 കിലോമീറ്റർ റേഞ്ച് കിട്ടുമ്പോൾ SR2 ഏകദേശം 90 മുതൽ 100 കിലോമീറ്റർ റേഞ്ച് ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. ഇത് IDC അല്ല കേട്ടോ, നോർമലാണ്. ഇത് ബേസിക്കലി ഞാൻ പറയുന്നത്. പിന്നെ ഉള്ളത് SR4-ഉം SR5-യും SR3-യും SR4-ഉം തരുന്നത് ഏകദേശം 125 കിലോമീറ്ററൊക്കെ നമുക്ക് ഔട്ട്പുട്ട് തരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 100 കിലോമീറ്ററോളം നമുക്ക് കിട്ടും. 125 കിലോമീറ്റർ വേണ്ട 110 മുതൽ 100 കിലോമീറ്റർ വരെ ആയിരിക്കും കിട്ടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 150-ഉം 160-ഒക്കെ പ്രതീക്ഷിക്കുന്ന പ്രീമിയം വെഹിക്കിളിലേക്ക് പോകേണ്ടി വരും. അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ആക്ച്വലി എനിക്കറിയില്ല. പക്ഷേ ഓൺ റോഡല്ല, എക്സ്ഷോറൂം പ്രൈസ് 1 lakh മുതൽ 147 വരെയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ ഏതൊരു റിക്സ്റ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കറിയാം ഏകദേശം 153, 54 അങ്ങനെ കൊടുത്താണ് വണ്ടി എടുക്കുന്നത്. അത് കറക്റ്റ് റേറ്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു EV എടുക്കാൻ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ എന്തായാലും ഈ August 29th വരെ വെയിറ്റ് ചെയ്യാം. ഞാനും അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒഫീഷ്യലി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുമല്ലോ. ഒന്ന് മെറ്റൽ ബോഡി വരുന്നു എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല സത്യമാണെന്ന്. പിന്നെ സിങ്ങാമിൻ്റെ മുകളിലാണ് മോട്ടോർ വരുന്നത്, അതുകൊണ്ട് സൗണ്ട് ഉണ്ടാവില്ല എന്ന് നമുക്ക് 100% വിശ്വസിക്കാം. പിന്നെ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. ഇൻബിൾട്ടായിട്ട് ചാർജർ ഉണ്ട്. അഡീഷണൽ ആയിട്ട് 450 ചാർജർ വാങ്ങിച്ച് സ്പീഡ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാനുള്ള ഏരിയകൾ. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് റേഞ്ച്. ഈ 6ഓളം വേരിയൻറ്റുകൾ, ഈ 6ഓളം വേരിയൻറ്റുകൾ ഏതാണ് ജനപ്രീതിയിലേക്ക് എത്തിപ്പെടാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു SR1-ഉം അതുപോലെ തന്നെ SR3-യും ഒക്കെ ആയിരിക്കും ഈ ഒരു റേഞ്ചിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ August 29th മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്കെന്നല്ല ആർക്കും. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഏതറിൻ്റെ ഈ ഒരു മോഡൽ വരുന്നവരെ കാത്തു നിന്ന് നോക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറണം കേട്ടോ. ഈ E20 പെട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് വരുന്ന അതിൻ്റെ സ്കൂട്ടേഴ്സിലൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ എൻജിൻ കമ്പോണൻറ്റിലെ പ്രശ്നങ്ങൾ, ഇവർ പറയുന്ന പോലെ E20 ഒക്കെ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. 8 വർഷത്തേക്കൊക്കെ കണ്ണും പൂട്ടി ഒരു വാറൻറ്റിയൊക്കെ ഏതൊരു തരികയാണെങ്കിൽ എന്തായാലും എടുക്കുന്നതായിരിക്കും നന്നാവുക. ഇപ്പോൾ സാധാരണക്കാരനും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് 80,000 അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്കൊക്കെ വരുന്നൊരു വണ്ടിയാകുമ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് കളയുന്ന പൈസ മതിയാവും. സാധാരണ 1 വർഷത്തോളം ഏതൊരു വണ്ടി ഉപയോഗിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ആ വണ്ടി പ്രോഫിറ്റബിളാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആവട്ടെ, എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് വരിക, പൊല്യൂഷൻ കുറയട്ടെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ പൈസ സേവ് ചെയ്യും. ഇതാണ് എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ള കാര്യം. അപ്പോൾ ഇതിലപ്പുറത്തേക്കുള്ള വിവരങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഈ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് വിശ്വസനീയമായിട്ട് തോന്നിയ കാര്യം.
അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 1.40 വരെ എക്സ്ഷോറൂം വരുന്ന വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. 8 വർഷം വാറണ്ടി കിട്ടുക നന്നാവും. അപ്പോൾ ഓക്കെ, ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ്, ഷെയർ ഇതൊക്കെ ചെയ്യട്ടോ. വേറെന്താ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോഞ്ച് ദിവസം ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ. ഇതിൻ്റെ കൂടുതൽ സ്പെക്കൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.